ഇനി ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ജയത്തിൽ നിന്നും നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്ട്രാ മധുരം നൽകുന്ന ആ ഒരു ഫാക്ടറിലേക്ക് തന്നെ വരാം. അത് ശ്രീകുട്ടന്റെ ഗോള് തന്നെയാണ്. ഡേവിഡ് കാറ്റലയുടെ ആദ്യത്തെ സൂപ്പർ കപ്പ് നമുക്ക് ഓർമ്മയുണ്ട്. ഈ കഴിഞ്ഞതല്ല, അതിന് മുമ്പത്തെ സൂപ്പർ കപ്പ്. അന്ന് മോഹൻ ബഗാനെതിരെ നമ്മൾ നോക്കൗട്ടായ ആ ഒരു മത്സരത്തിൽ ശ്രീകുട്ടന്റെ പെർഫോമൻസിനെ കുറിച്ച് വാതോരാതെ നമ്മൾ എല്ലാവരും സംസാരിച്ചിരുന്നു. അതിനുശേഷം പക്ഷേ ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് കരിയർ വേണ്ട രീതിയിൽ ടേക്ക് ഓഫ് ആയിരുന്നില്ല. നമുക്കറിയാം, ഒരു ഇഞ്ചുറിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ RFDL നമ്മുടെ ക്ലബിന് വേണ്ടി നല്ല പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ക്യാപ്റ്റൻ ആയിരുന്ന ആ ഒരു പെർഫോമൻസുകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടീമിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാവട്ടെ, ആ സീനിയർ ലെവലിൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞാൻ ഉള്ളുകൊണ്ട് ശരിക്കും ആഗ്രഹിച്ചിരുന്നു. ഈ സീസണിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് എബിൻ ദാസ് എന്ന ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വരവറിയിക്കലും കൂടെ കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ശ്രീകുട്ടൻ കഴിഞ്ഞ സൂപ്പർ കപ്പിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് ചില വിഭാഗം ഫാൻസ് എങ്കിലും മറന്നിരുന്നോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും ഈ മത്സരത്തിൽ ആ ഒരു ഗോള് കണ്ടെത്താനായി എന്നുള്ളത് അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ്. ആക്ച്വലി ഈ ഗോളിന് മുമ്പും ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെയോ പദം ചേത്രി തട്ടി ആ ഒരു ബാറിലടിച്ച് പിന്നെ ബർട്ടമൂന് കൺവേർട്ട് ചെയ്യാനാവാതെ വളരെ തലനാരിഴയ്ക്ക് ശ്രീകുട്ടൻ ആ ഒരു അവസരം മിസ് ചെയ്തിരുന്നു. ആ ഒരു ബോൾ വലയിൽ എത്താണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു നിരാശ ഉണ്ടായിരുന്നു. കാരണം ഗോളിന് അത്രയും അടുത്ത് എത്തിയിട്ടും ഈ പ്ലെയർ ഡിസേർവ് ചെയ്യുന്നൊരു ഗോള് അവന് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു നിരാശ. പക്ഷെ പിന്നീട് ആ മൂന്നാമത്തെ ഗോള് വന്നപ്പോൾ ആ സെലിബ്രേഷൻ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇന്ത്യയുടെ ഏജ് ഗ്രൂപ്പ് ടീമിൽ വരെ കോളപ്പ് കിട്ടിയിട്ടുള്ളൊരു പ്ലെയറാണ്. റെഗുലർ ആയിട്ട് കളിക്കാൻ പറ്റട്ടെ, മെയിൻലി ഇഞ്ചുറി ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ. ബിക്കോസ് ആ മോഹൻ ബഗാനെതിരെയുള്ള അന്നത്തെ ആ പെർഫോമൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ പെർഫോമൻസ് മതി ഈ പ്ലെയറിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ചുറ്റുമുള്ള ഒന്നും വർക്ക് ചെയ്യാഞ്ഞിട്ടും ആ ഒരു മത്സരത്തിൽ ശ്രീകുട്ടൻ ആ ഒരു കൊണ്ടുവന്ന ഇമ്പാക്റ്റിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്നും ബെഞ്ചിൽ നിന്നിറങ്ങി ഒരു പോസിറ്റീവായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. തുടരെ മിനിറ്റ്സ് കിട്ടട്ടെ, ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.